ഓം നമോ ഭഗവതേ സാईश्वराय. ശ്രീ സത്യസായി ഭാഗവതം. ഡോക്ടർ സൂരി ഭഗവന്തം. ഡോക്ടർ സൂരി ഭഗവന്തം ലോക പ്രശസ്തനായ ഊർജതന്ത്രജ്ഞൻ. ഭാരത സർക്കാരിന്റെ ശാസ്ത്രോപദേഷ്ടാവ് കൂടിയായിരുന്നു അദ്ദേഹം. ദേശവിദേശങ്ങളിൽ അംഗീകാരവും സ്വാധീനവും ഉള്ള ശാസ്ത്രജ്ഞൻ. ഭഗവന്തം ആദ്യമായി ഭഗവാനെ ദർശിക്കുന്നത് ബാംഗ്ലൂരുവിലെ ഒരു ഭക്തഗൃഹത്തിൽ വെച്ചാണ്. പിന്നീട് അദ്ദേഹം പ്രശാന്തി നിലയം സന്ദർശിച്ചു. ഒരിക്കൽ സ്വാമി അദ്ദേഹവുമായി ചിത്രാവതി തീരത്തു പോയി. കുറച്ചു സമയം ഇരിക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ ബാബ ഭഗവന്തത്തോട് പറഞ്ഞു. അദ്ദേഹം കാണിച്ച മണൽപ്പരപ്പിൽ സ്വാമി ഇരുന്നു. സംഭാഷണ മധ്യേ സ്വാമി അരുളി, ശാസ്ത്ര സമൂഹം സമാജത്തിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്നു. സർവജ്ഞരാണ് തങ്ങൾ എന്ന ഭാവമൂലം ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങളിലുള്ള അമൂല്യ ജ്ഞാനത്തെ അവർ അവഗണിക്കുന്നു. താങ്കൾ നമ്മുടെ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? സ്വാമി ചോദിച്ചു. എല്ലാ ശാസ്ത്രജ്ഞരും അത്തരക്കാരല്ലെന്നും താൻ ഭാരതത്തിന്റെ വിജ്ഞാനത്തിൽ തൽപരനാണെന്നും ഭഗവന്തം പറഞ്ഞു. മാത്രമല്ല, ഓപ്പൺ ഹീമർ എന്ന ശാസ്ത്രജ്ഞൻ ആദ്യത്തെ ആറ്റം ബോംബ് വിജയകരമായി പരീക്ഷിച്ചപ്പോൾ അതിൽ നിന്ന് ഉണ്ടായ ഊർജപ്രവാഹത്തെ വർണ്ണിക്കാൻ ഭഗവത്ഗീതയിൽ നിന്ന് ശ്ലോകങ്ങൾ ഉദ്ധരിച്ചു എന്നും പറഞ്ഞു. ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗപദുദ്ധിത യദി ഭാ സദൃശീ സ്യാദ് ഭാസസ്തസ്യ മഹാത്മനാ. ഉടൻ സ്വാമി ചോദിച്ചു, താങ്കൾക്ക് ഭഗവത്ഗീതയുടെ ഒരു കോപ്പി വേണമെന്നുണ്ടോ? കയ്യിൽ ഒരു പിടി മണൽ എടുത്തുകൊണ്ടായിരുന്നു ഭഗവാന്റെ ചോദ്യം. ശാസ്ത്രജ്ഞന് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പേ സ്വാമി പറഞ്ഞു, ഇതാ കോപ്പി, കൈ നീട്ടു. ഭഗവന്തം രണ്ട് കൈയും ചേർത്ത് നീട്ടി. ബാബ തൃക്കരത്തിലുണ്ടായിരുന്ന മണൽ ശാസ്ത്രജ്ഞന്റെ കൈകളിലേക്ക് ചൊരിഞ്ഞു. ചിത്രാവതി തീരത്തെ ചുവപ്പ് നിറം കലർന്ന മണൽ ശാസ്ത്രജ്ഞന്റെ കൈത്തലത്തിൽ പതിച്ചപ്പോൾ അത് ചുവന്ന ചട്ടയുള്ള ഭഗവത്ഗീതാ പുസ്തകമായി മാറി. സ്തബ്ധമായ നിശബ്ദതയോടെ ശാസ്ത്രജ്ഞൻ പുസ്തകം തുറന്നു. തെലുഗു ലിപിയിലുള്ള ഭഗവത്ഗീത. സ്വാമിയുടെ ശബ്ദം മെല്ലെ ഉയർന്നു. സംസ്കൃത ലിപി നിനക്ക് അത്ര സുഗമമല്ലാത്തത് കൊണ്ടാണ് മാതൃഭാഷയിലുള്ള ഗീത സമ്മാനിച്ചത്. പഠിച്ചറിഞ്ഞ ശാസ്ത്ര നിയമങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസത്തെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഭഗവന്തം അന്ധാളിച്ചു പോയി. താൻ പഠിച്ച ശാസ്ത്രത്തിന് ബാബയെ വിശദീകരിക്കാനും സാധ്യമല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മറ്റൊരു അവസരത്തിൽ ഭഗവന്തത്തിലെ ശാസ്ത്രജ്ഞനെ സ്വാമി കശക്കി പിഴിഞ്ഞു. ശാസ്ത്രത്തിനപ്പുറമുള്ള മഹാശാസ്ത്ര ലോകത്തിന്റെ ഒരു മിന്നായം ഭഗവന്തം കണ്ടു. സംഭവം ഇങ്ങനെ. ഭഗവന്തത്തിന്റെ ഒരു മകന് രോഗം. ഡോക്ടർ പറഞ്ഞു, ശസ്ത്രക്രിയ വേണ്ടിവരും. വിവരമറിഞ്ഞപ്പോൾ ഭഗവാൻ ബാബ താൻ തന്നെ ശസ്ത്രക്രിയ ചെയ്യാമെന്ന് അരുളി. ശാസ്ത്രജ്ഞൻ നോക്കി നിൽക്കെ തൃക്കരം വായുവിൽ വീശി സ്വാമി ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ എടുത്തു. പിന്നെ ശസ്ത്രക്രിയ ആരംഭിച്ചു. ഭഗവന്തം അന്ധാളിച്ചു നിന്നുപോയി. ഇതിനിടയിൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി സ്വാമി ശാസ്ത്രജ്ഞനോട് ചോദിച്ചു, മുറിവിൽ കെട്ടാൻ ഒരു കഷ്ണം തുണി ഉണ്ടാകുമോ? അദ്ദേഹം മറുപടി പറയാൻ തുടങ്ങും മുമ്പേ അതിനാവശ്യമുള്ള ബാൻഡേജ് ക്ലോത്ത് സ്വാമി സൃഷ്ടിച്ചെടുത്തു. ശാസ്ത്രജ്ഞൻ ഉറക്കെ ചിന്തിച്ചു, ഇതെങ്ങനെ ശാസ്ത്രം വിശദീകരിക്കും? ഭൗതിക ശാസ്ത്രത്തിന് ഈ മേഖലയിൽ എന്തു പറയാനാവും? പിന്നീട് ഭഗവന്തം പറഞ്ഞു, ഡോക്ടർ ഗോഖക് പറയാറുണ്ട് സ്വാമി പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുന്നുവെന്ന്. ഞാൻ കുറച്ചുകൂടി കയറി പറയട്ടെ. ഭഗവാൻ ബാബ പ്രകൃതി നിയമങ്ങൾക്ക് അതീതനായി വർത്തിക്കുന്നു. അവിടുന്ന് പരമാത്മ സ്വരൂപം. ഈ ഒരു വിശദീകരണത്തിലൂടെ മാത്രമേ എനിക്ക് ഈ സമസ്യയെ വിശകലനം ചെയ്യാൻ കഴിയൂ. തെക്കേ ജില്ലയിലെ ഒരു കടൽ തീരം. സ്വാമി ഭഗവന്തം ഉൾപ്പെടുന്ന ഭക്തന്മാർക്ക് മധ്യേ ഇരിക്കുന്നു. സംഭാഷണ മധ്യേ ഒരാൾ പറഞ്ഞു, കടലിന് രത്നാകരം എന്നൊരു പേരുണ്ട്. രത്നങ്ങളുടെയും മുത്തുകളുടെയും കലവറ എന്നു സാരം. അങ്ങനെയെങ്കിൽ ഈ കടൽ നമുക്ക് രത്നങ്ങൾ നൽകണമല്ലോ. ഇങ്ങനെ അരുളിക്കൊണ്ട് സ്വാമി കടൽ ജലത്തിൽ കൈകുത്തി. തൃക്കരം ജലത്തിൽ നിന്ന് ഉയർന്നപ്പോൾ വിരലുകൾക്കിടയിൽ വജ്രം പതിച്ച നെക്ലസ്. ആ നെക്ലസ് ചെറുതും കൊളുത്ത് ഇല്ലാത്തതുമായിരുന്നു. ആരോ ഒരാൾ അത് സ്വാമി ധരിക്കാനായി പ്രാർത്ഥിച്ചു. ആ ചെറിയ മാല രണ്ട് കൈകൊണ്ടും പിടിച്ച്
സ്വാമി റബ്ബർ ബാൻഡ് വലിക്കും പോലെ വലിച്ചു. മാല നീണ്ടു. ഭഗവാൻ ശിരസിലൂടെ കടത്തി മാല അണിഞ്ഞു. ഭക്തന്മാരെ സന്തോഷിപ്പിക്കാനായി കുറച്ചു നേരം മാത്രം സ്വാമി അത് അണിഞ്ഞു. വിഡ്ഢി ചോദ്യങ്ങൾ. മനസ്സിന്റെ വാതിലുകൾ കൊട്ടിയടച്ച് തങ്ങൾ മാത്രം പറയുന്നത് ശരി എന്ന് കരുതുന്ന ശാസ്ത്രലോകത്തോട് ഡോക്ടർ ഭഗവന്തം ഉറപ്പോടെ പറഞ്ഞു, ഇപ്പോൾ ഞാൻ വിഡ്ഢി ചോദ്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അത്തരം ചോദ്യങ്ങളുടെ ഉത്തരം തേടാറുമില്ല. ഭഗവാൻ ബാബ എങ്ങനെ നിയമങ്ങളെ അതിലംഘിക്കുന്നു, എങ്ങനെ ഇതൊക്കെ ചെയ്യാനാകുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ നിരർത്ഥകം. ഭഗവാൻ ബാബ എങ്ങനെ പ്രകൃതി നിയമങ്ങളെ അതിലംഘിക്കൂ എന്നുള്ളത് തന്നെ ഒരു പുതിയ നിയമമാണ്. കാരണം ബാബ തന്നെ പ്രകൃതി നിയമങ്ങളുടെ മൂർത്തിമത് ഭാവം. നാം ശാസ്ത്രജ്ഞർ പരീക്ഷണശാലയിൽ ഇരുന്ന് സത്യമേതെന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. പക്ഷേ അറിവിന്റെ അതിവിശാലതയിൽ ഒരംശം മാത്രമേ ശാസ്ത്രജ്ഞർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. നാം അറിഞ്ഞതിന്റെ കൂടെ അല്പം കൂടി അറിവ് നാം കൂട്ടുന്നു, അത്രമാത്രം. അറിയാത്ത അനവധി കാര്യങ്ങൾ വേറെ. അവയുടെ യഥാർത്ഥ പ്രകൃതം നമുക്ക് നിശ്ചയമില്ല. അതായത് നാം അറിവ് കൂട്ടിച്ചേർക്കുന്നതിനൊപ്പം അജ്ഞതയും കൂടി ചേർത്ത് വയ്ക്കുന്നു. അറിവ് വിവേകത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അവതാര പുരുഷന്മാരുടെ കൃപയിലൂടെ മാത്രമേ നമുക്ക് വിവേകം ഉദിക്കൂ. ഭഗവാൻ ബാബയുടെ ലീലകളും മഹിമകളും ഊർജ രസതന്ത്ര ശാസ്ത്ര നിയമങ്ങളെ അതിലംഘിക്കുന്നതാണ്. ഓം തത്സത്.